ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ദൈവമായ കർത്താവ് നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കാതുകളിലെത്തിക്കുകയും നമ്മുടെ മനസ്സിൽ അതിന് സ്ഥാനം കൊടുക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതം ധന്യമാകാൻ, അനുഗ്രഹപൂർണ്ണമാകാൻ ദൈവത്തിൻ്റെ വചനത്താൽ കഴിഞ്ഞ നാളുകളിൽ ധാരാളമായി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ഒരിക്കൽ കൂടി വചനം കേൾപ്പാൻ ലഭിക്കുന്ന ഈ അവസരം സുന്ദരമാക്കേണ്ടതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം എന്നും ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ കർത്താവിനെ, രക്ഷിതാവിനെ, വചനത്താൽ നമ്മെ തൃപ്തിയാക്കുന്ന, വചനം ശുശ്രൂഷിപ്പാൻ വിളിയും തെരഞ്ഞെടുപ്പും കൃപയും ദൂതും എല്ലാം തരുന്ന രാജാതിരാജാവും കർത്താവുമായ മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും കരയേറ്റിക്കൊണ്ട് ദൈവ വചന ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് വായിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 5-ാമത് വാക്യമാണ്. ഇയ്യോബ് 36:5. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. ഒന്നോടെ ഞാൻ ആ വാക്ക് പറയാം. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. ആരെയും നിരസിക്കാത്ത ദൈവം. എത്ര സുന്ദരമായിരിക്കുന്ന വാക്ക്! ആരെയും നിരസിക്കാത്ത ദൈവം, ഒരാളെപ്പോലും നിരസിക്കാത്ത ദൈവം. വേദപുസ്തകം മുഴുവൻ ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുന്നതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം നന്നായി നമ്മൾ അറിയുമ്പോഴാണ് ദൈവത്തെ അധികം സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം നന്നായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തൃപ്തികരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുന്നത്. ആരോ പണ്ഡിതന്മാർ പറഞ്ഞതെൻ്റെ ഓർമ്മയിലുണ്ട്. 2 കാര്യങ്ങൾ നന്നായി നടക്കണമെങ്കിൽ പങ്കാളിയുടെ അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കുടുംബജീവിതം സുന്ദരമാക്കാൻ നമ്മുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവം മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങളുടെ പങ്കാളി ഏത് സ്വഭാവക്കാരനാണ്, ഏത് സ്വഭാവക്കാരിയാണ്, ഏതൊക്കെ രീതിയിലാണ്, ഏതിനോടാണ് അഭിരുചി, ഏതാണ് ഇഷ്ടക്കുറവ്, ഇതെല്ലാം മനുഷ്യന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ച് കഴിയുമ്പോഴാണ് ഇഷ്ടമില്ലാത്ത അപ്രിയമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ധന്യത ഉണ്ടാകുന്നത്. അത് ഒരു വ്യവസ്ഥയാണ്, ഒരു നീതിയാണ്, ഒരു രീതിയാണ്. ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിനകത്തും നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? സ്വാഭാവികമായിട്ടും ഒരു ജീവിത പങ്കാളിയുടെയോ ഒരു മക്കളുടെയോ ഒരു അപ്പൻ്റെയോ ഒക്കെ കൂടെ ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ, ഒരു ബന്ധത്തിൽ, ഓഫീസിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ, കുറച്ച് നാൾ കൂടെ നടക്കുമ്പോൾ, കുറച്ച് നാൾ അടുത്തിടപെടുമ്പോൾ ആളുകളുടെ സ്വഭാവം പിടികിട്ടും. അത് കൂടെ നടന്ന്, കൂടെ അറിഞ്ഞ്, കൂടെ കണ്ടും കേട്ടും തൊട്ടും പിടിച്ചും സ്പർശിച്ചും ഒക്കെ നടക്കുമ്പോൾ ആളുകളുടെ സ്വഭാവം പിടികിട്ടും. പക്ഷെ ദൈവം നമ്മോടൊപ്പം ജഡത്തിൽ നമ്മുടെ കൂടെ നടക്കുകയല്ലല്ലോ, നമ്മുടെ വീട്ടിൽ ജഡത്തിൽ അക്ഷരികമായി വസിക്കുകയല്ലല്ലോ. പിന്നെ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം പിടികിട്ടും? ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ ഏകമാർഗം തിരുവെഴുത്താണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണ്, ദൈവത്തിൻ്റെ സ്വഭാവ രീതി എന്താണ്, ഇതെല്ലാം മനസ്സിലാകും. വചനത്തിലൂടെയാണ് ദൈവത്തെ നാം അടുത്തറിയാൻ പറ്റുന്നത്. അനുഭവങ്ങളുണ്ട്, പ്രഭാഷണങ്ങളെല്ലാം ദൈവവചനത്തിലൂടെയാണല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തെ അടുത്തറിയാൻ, ദൈവത്തിൻ്റെ സ്വഭാവം അറിയാൻ, ദൈവത്തിൻ്റെ രീതി അറിയാൻ, ദൈവത്തിൻ്റെ നയമറിയാൻ, ദൈവത്തിൻ്റെ മനസ്സറിയാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്, ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പ്രതീക്ഷ, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ, ഇതെല്ലാം അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം, ധ്യാനിക്കണം, ഗ്രഹിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തോട് അടുപ്പവും പറ്റുമാനവും ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ അടുത്തറിയാനിടയായിത്തീരുന്നു. ഇവിടെ ഈ വാക്യത്തിനകത്ത് 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ദൈവം ബലവാനാണ്. 2, ദൈവം ആരെയും നിരസിക്കുന്നില്ല. ഇത് ഇന്നിവിടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം പറയാനല്ല വാസ്തവത്തിൽ ഞാനിവിടെ ഈ വാക്കെടുത്ത് പറയുന്നത്. പിന്നെയോ, ഒരാളെപ്പോലും നിരസിക്കാത്ത. നിങ്ങൾ ഓർത്തു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പേരെ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ പേർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, എത്രയോ പേർ നിരസിച്ചിട്ടുണ്ട്.
കുഞ്ഞുനാൾ മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, കോളേജ് ലൈഫ് മുതൽ, ജീവിതത്തിലേക്ക് വന്ന കാലം മുതലൊക്കെ പലതിൽ നിന്നും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, നമ്മളെ അവോയ്ഡ് ചെയ്തു, നമ്മളെ ഒഴിവാക്കി. ഇല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയവർ, ചില സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിയവർ, ചില സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയവർ, ചില യാത്രകളിൽ നിന്ന് ഒഴിവാക്കിയവർ, ചില സന്തോഷവേളയിൽ നിന്ന് നമ്മളെ അവോയ്ഡ് ചെയ്തവർ ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവം, ദൈവത്തിന് മുഖപക്ഷമില്ലാത്തത് കൊണ്ടും ദൈവം സകലരെയും ഉൾക്കൊള്ളുന്നത് കൊണ്ടും ദൈവം ആരെയും നിരസിക്കുന്നില്ല. നിരസിക്കുക എന്നുള്ളതൊരു ബിബ്ലിക്കൽ വേർഡാണ്, ഒരു പഴയ പദമാണ്. പക്ഷെ അതിന് മറ്റിതര പരിഭാഷയ്ക്കകത്തെല്ലാം കൊടുത്തിരിക്കുന്നത് ആരെയും ഒഴിവാക്കുന്നില്ല, ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരെയും തള്ളിക്കളയുന്നില്ല, എല്ലാവർക്കും അവസരം കൊടുക്കുന്നു. അതല്ലേ? എല്ലാവർക്കും സാധ്യത കൊടുക്കുന്നു, എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് പദം അതല്ലേ? ആരെയും നിരസിക്കുന്നില്ല എന്ന് പറയുന്നത് ഒഴിവാക്കുന്നില്ല, മാറ്റി നിർത്തുന്നില്ല, അവസരം കൊടുക്കാതിരിക്കുന്നില്ല എന്നൊക്കെയാണ്. പലപ്പോഴും പല ആളുകൾ അവസരം കൊടുക്കാതെ, ചിലപ്പോഴേക്ക് ഈ ഡ്രൈവിങ് പഠിക്കുമ്പോൾ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഡ്രൈവിങ് പഠിക്കുമ്പോൾ ചിലർ വന്നു കയറി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്തയാൾക്ക് സമയം കൊടുത്തു, എന്നാൽ അയാൾക്ക് 3/4 മണിക്കൂർ സമയം കൊടുത്തു. എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ചിലരെ ഒഴിവാക്കുന്നു, ചിലരോട് മുഖപക്ഷം കാണിക്കുന്നു, ചിലരെ അവോയ്ഡ് ചെയ്യുന്നു, ചിലരെ നിരുത്സാഹപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യം. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. ദൈവം ഒരാളെപ്പോലും ഒഴിവാക്കുന്നില്ല, അവസരം കൊടുക്കാതിരിക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കണം, ആരൊക്കെ അവസരം തരാതിരുന്നാലും, ആരൊക്കെ നിരസിച്ചാലും, ആരൊക്കെ മറന്നാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ മനുഷ്യനായി ജന്മം കൊണ്ട ഒരാൾക്ക് പോലും ഒരവസരം തരാതെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു വിളിക്കുകയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ടോ? ദാവീദ് രാജാവിന് ദൈവമായ കർത്താവ് അഭിഷേകം കൊടുത്തു. അഭിഷേകം കൊടുത്ത് ദൈവം തന്നെ അവസരവും കൊടുത്തില്ലേ? എന്തിന്? അവൻ്റെ അഭിഷേകം പുറത്തു കൊണ്ടുവരുവാൻ. എന്ന് പറഞ്ഞാൽ ഗോലിയാത്തിനെ നെറ്റിക്കെറിഞ്ഞ് കൊല്ലത്തക്ക രീതിയിൽ നേരത്തെ PSC ടെസ്റ്റ് എഴുതിയിട്ട് കാത്തിരിക്കുന്നത് പോലെ ദാവീദ് കവണയും കല്ലുമായി കാത്തിരിക്കുക, എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാനിന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെയല്ലല്ലോ. അപ്രതീക്ഷിതമായ സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ അവസരം വീണ് കിട്ടിയതുപോലല്ലേ? അങ്ങനെ വേദപുസ്തകത്തിൽ എത്രയോ പേർക്ക് ദൈവം നിരസിക്കാതെ മുഖാന്തരങ്ങൾ കൊടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ നിങ്ങളെ ധരിപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നവനാണ്. നിരസിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, ചാൻസ് തരുന്നവനാണ്. യോനയെ വേണമെങ്കിൽ ദൈവത്തിന് വെള്ളത്തിൽ കളയായിരുന്നല്ലോ. എന്തിനാ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തത്? ദൈവം ആരെയും നിരസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. പത്രോസ് വലയും പടകും എടുത്തുകൊണ്ട് പിന്നെയും കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് തിബ്രിയാസ് കടലിലേക്ക് പോയപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന് വിടായിരുന്നല്ലോ. എന്തിനാ പുറകെ പോയത്? ദൈവം ആരെയും നിരസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. എത്രയോ പേർ, അവർക്കെല്ലാം വേണ്ടി ദൈവമായ കർത്താവ് നിരസിക്കാതെ പുറകെ വന്ന് വീണ്ടും അവസരമൊരുക്കുന്ന മഹാദൈവമാണ്. അവസരങ്ങൾ കൊടുക്കുക. പത്രോസിൻ്റെ ജീവിതത്തിൽ തന്നെ എന്തിനാ പടകിൽ ചെന്ന് കയറിയത്? പത്രോസിന് എത്ര അവസരങ്ങൾ ദൈവം കൊടുത്തു. ഒന്നും പിടിക്കാത്ത രാത്രിയുടെ പ്രഭാതത്തിൽ പത്രോസുള്ള പടകിൽ ചെന്ന് കയറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കരയെന്ന് ഇച്ചിരി നീക്കാൻ പറഞ്ഞത്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? പ്രസംഗിക്കാൻ മുട്ടി അങ്ങനെ രാവിലെ നിന്നിട്ടാണോ? അല്ലല്ലോ. പിന്നെയോ പത്രോസിന് അവസരം ഉണ്ടാക്കുക മാനസാന്തരപ്പെടാൻ. ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് യേശുവും തൻ്റെ അരിമശിഷ്യന്മാരും കൂടി ഇരിക്കുമ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചില്ലേ? ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? എന്തിനാ അങ്ങനെ ചോദ്യം? യേശുക്രിസ്തുവിന് അങ്ങ് വൈകാരികമായിട്ട് ഒരു ഗുമ്മിനെന്നൊക്കെ പിള്ളേർ പറയുന്ന പോലെ ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നു എന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണോ? മനുഷ്യൻ്റെ സാക്ഷ്യം എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞവൻ എന്തിനാ നാട്ടുകാരെന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചത്? സംശയിക്കേണ്ട, പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ ഒരു അവസരം കൊടുക്കുക. ഇങ്ങനെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം കണ്ടുവച്ചിരിക്കുന്നവരെ നിരസിക്കാതെ അവസരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് കൺഫേം ചെയ്തേ. അത് എൻ്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ടോ?
എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഞാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരാൻ പോവുക, മുഖാന്തരങ്ങൾ വരാൻ പോവുക. ആരെയും നിരസിക്കാത്തവൻ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരുപാട് പേര് നിരസിച്ചു, ഒത്തിരി പേര് മറന്നു, ഒത്തിരി പേര് തള്ളിക്കളഞ്ഞു. എന്നാൽ ആരെയും നിരസിക്കാത്ത ബലവാനെ, അങ്ങയുടെ വലിയ സാധ്യത ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആരെയും നിരസിക്കാത്ത ബലവാനായ ദൈവമേ, എത്രയോ പേര് ഒരല്പം പണമുണ്ടായപ്പോൾ, ഒരല്പം ശക്തി ഉണ്ടായപ്പോൾ എത്രയോ പേര് മുൻകാല സുഹൃത്തുക്കളെ നിരസിച്ചു. കൂടെ പഠിച്ചവരെ, കൂടെ വളർന്നവരെ, കൈത്താങ്ങൾ കൊടുത്തവരെയൊക്കെ മറന്നു, നിരസിച്ചു. എന്നാൽ ഒരിക്കലും ആരെയും നിരസിക്കാത്ത ദൈവമേ, ക്രൂശിലെ കള്ളനെയും കൊടും പാപിയെയും തകർന്നു പോയവനെയും ഒക്കെ നിരസിക്കാതെ അവസരങ്ങൾ കൊടുത്തവരെ ഒരുക്കിക്കൊണ്ടുവന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരെയും നിരസിക്കാത്ത ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്കായി വ്യാപരിക്കണം. അവസരങ്ങൾ ഒരുക്കി തരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.